ഓക്കെ. അപ്പോൾ അവർ അഥവാ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് റൂമിലുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാൻ. ഞാൻ ചാറ്റ് വിൻഡോ മിനിമൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ജസ്റ്റ് ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ മതി. Okay, so we are going for the third question. Show that for a harmonic oscillator in the state keten, the product of uncertainty in position and momentum is given by delta x delta p equal n plus half h bar. Okay, അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒന്ന് അൺസർട്ടനിറ്റി, ഒരു ഓപ്പറേറ്ററിൻ്റെ അൺസർട്ടനിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ് ഒന്ന്. പിന്നെ വേറൊന്ന് എന്താണ് നമ്മുടെ കെറ്റ് സ്റ്റേറ്റ് എൻ നമ്പർ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഓൾറെഡി ക്ലാസ് എടുത്തതാണ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എടുത്തതാണ്. അതുപോലെ തന്നെ കെറ്റ് എന്നും ഡിഫൈൻ ചെയ്തതാണ്. അൺസർട്ടനിറ്റി ഓർമ്മയുണ്ട്. സപ്പോസ് ഇഫ് യു ഹാവ് എൻ ഓപ്പറേറ്റർ എ, uncertainty in operator A, it is basically the expectation of the RMS value. Okay, so this is the expectation of or root of the expectation of A minus A square. Okay, അപ്പം ഓപ്പറേറ്റർ എ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ആയിട്ട് ഡിഫറൻസ് എടുക്കാം, അതിൻ്റെ സ്ക്വയർ ചെയ്യാം, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാം, സ്ക്വയർ റൂട്ട് ചെയ്യാം. So this is the uncertainty of an operator. So basically this is motivated from the fact of the RMS value. RMS value എന്നുള്ള അതേ മോട്ടിവേഷൻ, അതേ മോട്ടിവേറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡെൽറ്റ എ, ദ അൺസർട്ടനിറ്റി ഇൻ ഓപ്പറേറ്റർ എ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ഈ ബ്രാക്കറ്റ് കാണിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇസ് ബേസിക്കലി ഇന്നർ പ്രൊഡക്റ്റ്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ എ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഇന്നർ പ്രൊഡക്റ്റ് സൈ എ സൈ. അപ്പോൾ ഏതാ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്, ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ അൺസർട്ടനിറ്റി കാണുന്നത് എന്നുള്ളത് പറയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ടു ഫൈൻഡ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ മൊമെൻറ്റം ഇൻ ദ സ്റ്റേറ്റ് കെറ്റ് എൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഡയറക്റ്റ് റിസൾട്ടിലേക്ക് പോവാം. ഡെൽറ്റ എ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ഇങ്ങനെ കാണാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ എ സ്ക്വയർ minus expectation a square all raised to 1/2. The uncertainty in operator A we can also write like this. ഇത് സിംപ്ലിഫൈ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ എ ഡെൽറ്റ ബി ചെയ്തിരുന്നു. ഇറ്റ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മളൊരു റൈറ്റ് ഹാൻഡ് സൈഡ് 1/2 ആയി കമ്മ്യൂട്ടേറ്റർ എ ബി എന്നൊക്കെ കണ്ട് ഓർമ്മ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഡെൽറ്റ എ അൺസർട്ടനിറ്റി ഓപ്പറേറ്റർ എ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഈ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഹൗ ടു പ്രൂവ് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈക്വൽ എൻ പ്ലസ് ഹാഫ് എച്ച് ബാർ ഫോർ സ്റ്റേറ്റ് കെറ്റ് എൻ. ഇപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ, ഇൻ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ, product of uncertainty in position momentum is always a constant and that is equal to n plus half h cross. ഇവിടെ n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഐജൻ സ്റ്റേറ്റ് ഓഫ് നമ്പർ ഓപ്പറേറ്റർ. ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് കെറ്റ് 0 ഡിനോട്ട് ചെയ്യും ആൻഡ് ദ വാല്യൂ ഓഫ് n വുഡ് ബി 0 അല്ലേ. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, വാട്ട് ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡിനോട്ട് ബൈ സിമ്പിൾ കെറ്റ് 0. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്താണ് വരിക? ഈക്വൽ ടു ഹാഫ് എച്ച് ക്രോസ്. ഇനി ഫസ്റ്റ് എക്സൈസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴോ കെറ്റ് 1, അപ്പോൾ അവിടെ n ഈക്വൽ ടു 1 വരും. സോ ഫസ്റ്റ് എക്സൈസ് സ്റ്റേറ്റ് ഇറ്റ് ബിക്കം ഡെൽറ്റ എക്സ്, 1 സെക്കൻഡ്, ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈക്വൽ ടു 3/2 എച്ച് ക്രോസ് ആൻഡ് സോ ഓൺ. ഇപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അൺസർട്ടനിറ്റിയുടെ ഡെഫിനിഷൻ.
അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അൺസർട്ടൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഓരോ ആംഗിൾ ബ്രാക്കറ്റും എക്സ്പെക്ടേഷൻ വാല്യൂ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദ എക്സ്പെക്ടേഷൻ ഓൺ ദ സ്പെസിഫൈഡ് സ്റ്റേറ്റ്. ഇവിടെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് get n ആണ്. ഇനി വേറെ കാര്യം, ഇനി പറയണമെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? എക്സിൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും എക്സ്പ്രഷൻസ് അറിയണം. അപ്പോൾ ഹാർമോണിക് കോൺസ്റ്റൻ്റെ കേസിൽ പൊസിഷനും മൊമെൻറ്റത്തിനെ നമുക്ക് അനിഹിലേഷൻ ഓപ്പറേറ്ററിൻ്റെയും ക്രിയേഷൻ ഓപ്പറേറ്ററിൻ്റെയും ടേംസിലേക്ക് മാറ്റി എഴുതാം. അതായിരിക്കും എളുപ്പം. അപ്പോൾ എക്സിനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് ബാർ ബൈ 2m ഒമേഗ എ പ്ലസ് എ ഡാഗർ ഇങ്ങനെ എഴുതാം അല്ലേ. അതിൽ മൊമെൻറ്റത്തിന് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഐ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എം എച്ച് ക്രോസ് ഒമേഗ ബൈ 2 ഇൻറ്റു എ ഡാഗർ മൈനസ് എ. ഓക്കെ, ഈ എയും എ ഡാഗറും ഓർമ്മ ഉണ്ടോ? എ ആക്ടിങ് ഓൺ ദ നമ്പർ സ്റ്റേറ്റ് ഈസ് ഗിവൺ ബൈ റൂട്ട് എൻ ഇൻറ്റു get n minus 1. And what is a dagger? A dagger acting on n is given by root of n plus 1 into n plus 1. So a increases the number state, a decreases the number state by unity. The get n become n minus 1. So a is called annihilation operator, and a dagger increases the get n state to get n plus 1. So it is a creation operator. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡെൽറ്റ എക്സ് ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഡെൽറ്റ പി കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം അല്ലേ. കാരണം ഡെൽറ്റ എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു ഹാഫ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്? What is the average value of position in the number state? The get x, sorry, x cap. So x cap is by definition is expectation in the specified state. Your specified state is get n. n x n. Okay. X എന്താണ്? Square root of h cross by 2m omega. Common ആയിട്ട് പുറത്ത് വെക്കുക. n into n time n a n plus n a dagger n. അപ്പോൾ ഞാൻ രണ്ട് ഇൻഡർ ബ്രാക്കറ്റിൽ സ്പ്ലിറ്റ് ചെയ്തു, കാരണം എക്സിൽ എ പ്ലസ് എ ഡാഗർ ഉണ്ട്. സോറി, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എക്സിൽ എ പ്ലസ് എ ഡാഗർ ഉണ്ട്. അപ്പോൾ എക്സ്പെക്ടേഷൻ എക്സിനെ നമുക്ക് രണ്ട് എക്സ്പെക്ടേഷനായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എയുടെ എക്സ്പെക്ടേഷൻ ആയിട്ടും എ ഡാഗറുടെ എക്സ്പെക്ടേഷൻ ആയിട്ടും. ഇതെന്താണെന്ന് പറയാൻ പറ്റും? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു. എന്തായിരിക്കും ഇന്നർ പ്രൊഡക്റ്റ് എൻ എ എൻ? എന്താണ് വരിക? എ ആക്ടിങ് ഓൺ എൻ, എ എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ദ പോസ്റ്റ് ഫാക്ടർ ബിക്കം എൻ മൈനസ് 1 അല്ലേ. എ ആക്ടിങ് ഓൺ എൻ ഈസ് എൻ മൈനസ് 1 ആവും. അപ്പോൾ ബ്രാ എന്നും get n minus 1 തമ്മിൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അത് റിസൾട്ട് എന്തായിരിക്കും? ഒരു കാര്യം ഓർക്കണം, get 0 ആയിരിക്കും. ഗുഡ്. കാരണം ഒരു കാര്യം ഓർക്കാൻ, നിങ്ങൾക്ക് get n എന്ന് പറയുന്നത് നമ്പർ സ്റ്റേറ്റുകളാണ് അല്ലെങ്കിൽ എനർജി ഏജന്റ് സ്റ്റേറ്റുകളാണ്. ആൻഡ് ദേ ആർ ഓർത്തോഗണൽ. Orthogonal, that means inner product nm, I can always write delta nm. ഓർത്തോഗണലും ആണ്, കൂടാതെ നോർമലും ആണ്. സോ ബേസിക്കലി ഇറ്റ്സ് എൻ ഓർത്തോ നോർമൽ നമുക്ക് പറയാം. എന്നും എമ്മും സെയിം ആണെങ്കിൽ മാത്രമേ ഇന്നർ പ്രൊഡക്റ്റ് 1 കിട്ടും. എന്നും എമ്മും ഡിഫറെൻ്റ് ആണെങ്കിലും ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പം ഈ രണ്ട് വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1 കിട്ടും, അല്ലെങ്കിൽ അത് 0 ആകും. അപ്പം എന്നും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് 1 കിട്ടും. ബ്രാ എന്നും കെറ്റ് എന്നും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ 1 കിട്ടും. മറിച്ച് ബ്രാ എന്നും കെറ്റ് n minus 1 ആണ് എടുക്കുന്നതെങ്കിലോ, the bra n get n minus 1, the inner product would become 0. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടേം 0 ആയിപ്പം. സോ സിമിലർലി വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ടേം? ദാറ്റ് വിൽ ഓൾസോ ബിക്കം 0 അല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ പറയുമെങ്കിൽ ഐ ക്യാൻ ഫീൽ ദാറ്റ് യു ആർ ഫോളോയിങ് ഇറ്റ്. ഇങ്ങനെ അത് വീണ്ടും പറഞ്ഞതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടി വരും. സോ ബെറ്റർ യു റെസ്പോണ്ട്, സം ഓഫ് യു അറ്റ് ലീസ്റ്റ്. കേൾക്കുന്നുണ്ടോ? ബാക്കി എല്ലാവരും ചായ കുടിക്കാൻ പോയാ? ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും? ഓക്കെ, അപ്പം പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡിൽ പോകാം. കാരണം നിങ്ങൾ റെസ്പോൺസ് ഇല്ലാത്തിടത്തോളം നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ കരുതുക. സോ ബെറ്റർ, അത് ചെറിയൊരു ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 പേര് മൈക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിട്ട് മാറും ഇൻ ദ നമ്പർ സ്റ്റേറ്റ്? ബികം 0. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 ആയി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമല്ല. ഇറ്റ് ഇസ് നോട്ട് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അത് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് സ്ക്വയർ എന്ത് വരും നോക്കാം. ഓക്കെ, അപ്പം ഓപ്പറേറ്റർ എക്സ് നമുക്കറിയാം. അപ്പം അതിൻ്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എച്ച് ക്രോസ് ബൈ 2m ഒമേഗ എ പ്ലസ്. ആരാണ്? ധന്യ. ഓക്കെ, ഒരു സെക്കൻഡ്. ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ നമ്മൾ സ്ഫടികത്തിൽ കാണുന്ന പോലെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞുവിടാം അല്ലേ? എന്താ കാരണം? ഇവിടെ എയും എ ഡാഗറും കമ്മ്യൂട്ടിംഗ് അല്ല അല്ലേ? കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ 0 അല്ല, കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ 1 ആണ് അല്ലേ? മീൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഗർ മൈനസ് product of a dagger a is 1. അപ്പോൾ a dagger is not equal to a dagger a. അപ്പം എയും എ ഡാഗറും കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് അല്ല, കമ്മ്യൂട്ടിംഗ് എൻറ്റിറ്റീസ് അല്ല ഓൺ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ടേം കിട്ടും. ഒന്ന് എ സ്ക്വയർ ആയിരിക്കും, പിന്നെ ഒന്ന് എ ഡാഗർ സ്ക്വയർ ആയിരിക്കും, പിന്നെ എ ഡാഗർ വരും, എ ഡാഗർ എ വരും. അപ്പം അത് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന് ജസ്റ്റ് ഒന്ന് 2 ബ്രാക്കറ്റ് ആയിട്ട് എഴുതാം. എ പ്ലസ് എ ഡാഗർ സ്ക്വയറിന് എ പ്ലസ് എ ഡാഗർ ഇൻറ്റു എ പ്ലസ് എ ഡാഗർ എന്ന് എഴുതാം. അപ്പം എ ഇൻറ്റു എ ഒരു ടേം വരും, ദാറ്റ് മീൻസ് എ സ്ക്വയർ. രണ്ടാമത്തെ എ ഇൻറ്റു എ ഡാഗർ 2 ടേമായി. മൂന്നാമത്തെ ടേം എ ഡാഗർ എ. നാലാമത്തെ ടേം എ ഡാഗർ സ്ക്വയർ. സോ യു വിൽ ഹാവ് 4 ടേംസ്. ഓക്കെ, സോ ദ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2m ഒമേഗ എ സ്ക്വയർ പ്ലസ് എ ഡാഗർ സ്ക്വയർ പ്ലസ് എ ഡാഗർ എ പ്ലസ് എ ഡാഗർ 4 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അറിയുന്നൊരു കാര്യം, നമ്മുടെ കെറ്റൻ്റെ മുകളിലാണ് ഇത് മൊത്തത്തിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കെറ്റൻ്റെ കേസിൽ എ ഡാഗർ എ എന്ന് പറയുന്ന നമ്പർ ഓപ്പറേറ്റർ ആണ്. ഇറ്റ്സ് എ ഡാഗർ എ ആക്ടിങ് ഓൺ n ഈക്വൽ ടു n ഇൻറ്റു n നമുക്കറിയാം. എ ഡാഗർ എ ഇസ് എ നമ്പർ ഓപ്പറേറ്റർ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ ഡാഗറിനൊന്ന് മാറ്റിയിരിക്കൂടെ? എ ഡാഗറിനെ എ ഡാഗറിൻ്റെ ടേംസിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ എ ഡാഗർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. എ ഡാഗർ ഈക്വൽ ടു 1 പ്ലസ് എ ഡാഗർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയെങ്കിൽ ദിസ് ബിക്കം എച്ച് ക്രോസ് ബൈ 2m ഒമേഗ എ സ്ക്വയർ പ്ലസ് എ ഡാഗർ സ്ക്വയർ പ്ലസ് ഇപ്പം 2 എ ഡാഗർ എ വരും ഇവിടെ. സോ ദിസ് ബിക്കം 2 എ ഡാഗർ എ പ്ലസ് 1. Okay, now it becomes simple. ഇനി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ് ചൂസ് ചെയ്ത നമ്പർ സ്റ്റേറ്റ് ആണ്. സോ n എക്സ് സ്ക്വയർ n എന്ന് എഴുതാം. Now we just substitute the complete form of x square. So it become h cross by 2m omega കോമൺ ആയി പുറത്തു വെക്കുന്നു.
and we have 4 terms. അപ്പം 4 expectations വരും, 4 expectations വരും. ഒന്ന് n a square n, രണ്ടാമത്തത് n a dagger square n, മൂന്നാമത്തത് n 2 times a dagger a times n, നാലാമത്തത് n n. 4 എക്സ്പെക്ടേഷൻ വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ എക്സ്പെക്ടേഷൻ എന്താ? ഇപ്പോൾ n a സ്ക്വയർ n എന്തായിരിക്കും വരാം? a ഒരു തവണ ആക്ട് ചെയ്താൽ n-1 വരും. a 2 തവണ ആക്ട് ചെയ്താൽ എന്താ കിട്ടുക? n-2 കിട്ടും. n-ഉം n-2 ഓർത്തോഗണൽ അല്ലേ? അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എന്തായി പോകും? 0 ആയി പോകും. അടുത്ത ടേമോ അതും 0 ആയി പോകും. മൂന്നാമത്തതോ? ഇവിടെ 2 ജസ്റ്റ് ഒരു നമ്പർ ആണ്. 2 നമുക്ക് എന്ത് ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റിന് പുറത്തു വെക്കാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിന് പുറത്ത് വെച്ച് പിന്നെ ഏഡാഗറെ ആക്ടിങ് ഓൺ n വരും. ഏഡാഗറെ ആക്ടിങ് ഓൺ n എന്ന് പറയുന്നത് n ഇൻറ്റു കെറ്റ് n ആണ് കിട്ടുക അല്ലേ? ഏഡാഗറെ ആക്ടിങ് ഓൺ n ഈസ് n ഇൻറ്റു കെറ്റ് n. അപ്പോൾ അവിടെ n എന്നുള്ള നമ്പർ കിട്ടും. പിന്നെ നമ്മുടെ കെറ്റ് n അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ കെറ്റ് n ഉം കെറ്റ് n നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് 1 വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 2 ടൈംസ് n കിട്ടും. ഓക്കെ. അവസാനത്തെ ടേമോ? ഇത് ഓർത്തോ നോർമൽ ആണ്. അപ്പോൾ n-ഉം n-ഉം നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എന്താ കിട്ടാം? 1 കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫൈനലായിട്ട് എന്ത് കിട്ടും? h ക്രോസ് ബൈ 2m ഒമേഗ. ഫസ്റ്റ് ടേം 0 ആയി, രണ്ടാമത്തെ ടേം 0 ആയി, മൂന്നാമത്തെ ടേം 2n, നാലാമത്തെ ടേം 1. ഓക്കെ. അപ്പോൾ 2നെ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ആണെങ്കിൽ സോ ഇത് ബിക്കം h ക്രോസ് ബൈ m ഒമേഗ n പ്ലസ് ഹാഫ് നമുക്ക് എഴുതാം അല്ലേ? h ക്രോസ് ബൈ m ഒമേഗ n പ്ലസ് ഹാഫ്. ഇതിപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ആവറേജ് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഡെൽറ്റ എക്സ് കണ്ടെത്തിക്കൂടെ? therefore ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ബേസിക്കലി ദ സ്ക്വയർ റൂട്ട് ഓഫ് expectation of x square minus expectation x square. For first term the expectation of x square h cross by m omega n plus half ആണ്. രണ്ടാമത്തെ ടേം 0 ആണ്. അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് വാട്ട് വിൽ ഗെറ്റ്? സ്ക്വയർ റൂട്ട് ഓഫ് h ക്രോസ് ബൈ m omega root of n plus half. Okay, so now I got the uncertainty in position. ഇതേപോലെ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം കണ്ടെത്താം. അപ്പോൾ അൺസർട്ടനിറ്റി പൊസിഷൻ കണ്ടെത്തി നമ്മൾ ഒന്നും കൂടിയും പോവാം. അപ്പോൾ ആദ്യം ഒരു ഓപ്പറേറ്ററിൻ്റെ അൺസർട്ടനിറ്റി ഡിഫൈൻ ചെയ്യുന്ന ഈ രീതിയിലാണ്. ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദ എക്സ്പെക്ടേഷൻ ഓഫ് സ്ക്വയർ ഓഫ് എൻ ഓപ്പറേറ്റർ മൈനസ് ദ സ്ക്വയർ ഓഫ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എൻ ഓപ്പറേറ്റർ. ഓക്കെ. അപ്പോൾ അത് എക്സിനും ഇതേ ഡെഫിനിഷൻ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ആദ്യം നമുക്ക് എക്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ എക്സ് ഹാർമോണിക് ഓസിലേറ്ററിൽ എക്സ് നമ്മൾ എഴുതുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് h ക്രോസ് ബൈ 2m ഒമേഗ a പ്ലസ് a എടുക്കണം. ഓക്കെ. അഗെയിൻ ഈ പ്രോബ്ലം ഹാർമോണിക് ഓസിലേറ്ററിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എപ്പോഴും പൊസിഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റില്ല. സോ ദിസ് ഫോർ ദി ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. സോ എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് h ക്രോസ് ബൈ 2m ഒമേഗ a പ്ലസ് a എടുക്കുക. ആ സർ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ഉപയോഗിച്ചാൽ കിട്ടൂല. പ്രൊഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ആ റിസൾട്ട് ഉപയോഗിച്ചാൽ കിട്ടൂല. നമ്മള് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഗ്രേറ്റർ അത് കിട്ടും. ഞാൻ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചത്. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഓപ്പറേറ്ററിൻ്റെ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ഓൾറെഡി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം, ജനറൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഈക്വൽ അല്ല. അവിടെ ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഡെൽറ്റ എ ഡെൽറ്റ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2i expectation of commutator AB. ഓക്കെ. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു സിമ്പിൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈക്വൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം.
എന്നിട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് മറിച്ച് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളൊരു ഐഡിയയും കൂടിയും കിട്ടി. അപ്പം ഇത് എന്താ പറയുക, ഇപ്പം ഒരു പ്രോബ്ലത്തിൽ ഇപ്പം എപ്പോഴും ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യും, അതിൻ്റെ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്യണം. ഇനിയിപ്പോൾ ഡെൽറ്റ എക്സ് നമ്മളിപ്പം കണ്ടെത്തി. ഇപ്പോൾ ഡെൽറ്റ എക്സ് കണ്ടെത്തണമെങ്കിൽ ആദ്യം എക്സിൻ്റെ ആവറേജ് വേണം, എക്സ് സ്ക്വയറിൻ്റെ ആവറേജ് വേണം, എക്സിൻ്റെ എക്സ്പെക്ടേഷൻ വേണം, എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വേണം. ഇപ്പോൾ എക്സിൻ്റെ എക്സ്പെക്ടേഷൻ നമുക്ക് 0 ആണ് കിട്ടിയത്. സോ ദ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷൻ ഈസ് 0. ഹാർമോണിക് ഓസിലേറ്റർ അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ പ്രോബബിലിറ്റി രണ്ട് സൈഡും ഏകദേശം ഒരേപോലെ വരുന്നത്. നമ്മുടെ പല ഇതിലും വേവ് ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വേവ് ഫംഗ്ഷൻ 0 റൈറ്റ് സൈഡും 0 ലെഫ്റ്റ് സൈഡും ഒരേപോലെയാണ് ഉണ്ടാവുക. ചിലപ്പോൾ അത് ഇൻവേർട്ടഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരേപോലെ ഉണ്ടാവും. സോ ബേസിക്കലി മോഡ് സൈസ് സ്ക്വയർ പ്രോബിലിറ്റി ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗവും ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, പോസിറ്റീവ് സൈഡ് കാണാനും നെഗറ്റീവ് സൈഡ് കാണാനും ഒരേ പ്രോബിലിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആകെത്തുക വരുന്ന സമയത്ത് ആവറേജ് വാല്യൂ 0 ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പൊസിഷൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് 0 ഇടുന്നത്. കാരണം പോസിറ്റീവ് എക്സിൽ നിൽക്കാനും നെഗറ്റീവ് എക്സിൽ നിൽക്കാനും ഒരേ പ്രോബബിലിറ്റി ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രോബബിലിറ്റിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0. സോ എക്സ്പെക്ടേഷൻ ഓഫ് പൊസിഷൻ ഇൻ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ബിക്കം 0. അത് നമ്മുടെ ഓരോ സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഹാർമോണിക് ഓസിലേറ്ററിന് പ്രശ്നമൊന്നുമില്ല, പൊസിഷൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. ക്ലാസിക്കൽ ഫിസിക്സിലും ഇത് തന്നെയാണ്. കാരണം ക്ലാസിക്കൽ ഫിസിക്സിൽ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലേ, അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി. അതിൻ്റെ ആവറേജ് വാല്യൂ എടുത്താൽ എന്താ കിട്ടുക, നമുക്ക് 0 കിട്ടും. കാരണം പകുതി സമയം അത് പോസിറ്റീവ് എക്സിലായിരിക്കും, പകുതി സമയം നെഗറ്റീവ് എക്സിലായിരിക്കും. ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് 0. ക്വാണ്ടം മെക്കാനിക്സിലും അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. പൊസിഷൻ്റെ ആവറേജ് വാല്യൂ 0 ആണ് ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ. പക്ഷേ പൊസിഷൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ 0 അല്ല. കാരണം പൊസിഷൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഓൾവേസ്. സോ ദാറ്റ് ഒബ്വിയസ്ലി വിൽ ഗെറ്റ് നോൺ സീറോ വാല്യൂ. സർ, എല്ലാ സമയവും ക്വാണ്ടം മെക്കാനിക്സിൽ പൊസിഷന്റെ ആവറേജ് 0 ആ? എല്ലാ സമയം പറയാമെങ്കിൽ ഹാർമോണിക് ഓസിലേറ്ററിൽ. സോ ദിസ് ഡിസ്കഷൻ ഈസ് എൻറ്റയർലി ഫോർ ഹാർമോണിക് ഓസിലേറ്റർ. അത് നമ്മുടെ വേവ് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷൻ ഓർമ്മ ഉണ്ടോ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏകദേശം ഇങ്ങനെയാണ്, ഒരു ഗോസിയൻ അല്ലേ. അപ്പോൾ ഇതിന്റെ വലതുഭാഗം നോക്കിക്കഴിഞ്ഞാലും ഇടതുഭാഗം നോക്കിക്കഴിഞ്ഞാലും വേവ് ഫംഗ്ഷൻ ഒരേപോലെയാണ്. ശരിക്കും വേവ് ഫംഗ്ഷൻ നോക്കേണ്ടത് പൊസിഷൻ മനസ്സിലാക്കണമെങ്കിൽ വേവ് ഫംഗ്ഷൻ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് വേവ് ഫംഗ്ഷൻ, ഇതിന്റെ മോഡ് സ്ക്വയർ എടുക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്, ഫസ്റ്റ് എക്സൽ സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം ഇങ്ങനെയാണ് അല്ലേ, psi1. ഇതൊരു ഈവൺ ഫംഗ്ഷൻ, സോറി ഓഡ് ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ ഉണ്ട്. കാരണം ഇതിപ്പം നെഗറ്റീവ് സൈഡ് ആണ്, അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി മോഡ് സൈ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഏകദേശം രണ്ടു ഭാഗത്തും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ വലത്തോട്ട് കാണാനുള്ള പ്രോബിലിറ്റി ഇടത്തോട്ട് കാണാനുള്ള പ്രോബിലിറ്റി സെയിം. അതുകൊണ്ട് അതിന്റെ ആവറേജ് എടുക്കുന്നത് 0 ഇപ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒറിജിന് 1 സെന്റിമീറ്റർ ദൂരെ കാണാനുള്ള പ്രോബിലിറ്റിയും ഒറിജിന് 1 സെന്റിമീറ്റർ ലെഫ്റ്റിൽ കാണാനുള്ള പ്രോബിലിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ പ്രോബിലിറ്റി ആഡ് ചെയ്തതിനാൽ മൊത്തം പൊസിഷനിലെ എല്ലാം ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 0 കിട്ടും. അപ്പോൾ ഇത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് എല്ലാ സിസ്റ്റത്തിലും എല്ലാ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിലും അങ്ങനെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓക്കെ റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് കിട്ടിയപ്പോൾ ഡെൽറ്റ എക്സിന്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് h ക്രോസ് ബൈ m ഒമേഗ റൂട്ട് n പ്ലസ് ഹാഫ്. അപ്പോൾ ഇതേപോലെ ഡെൽറ്റ പി കണ്ടെത്തിക്കൂടെ? ഡെൽറ്റ പി എനിക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തിക്കോ, കാരണം പി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗസ് നടത്താൻ പറ്റും, എന്തായിരിക്കും എക്സ്പെക്ടേഷൻ ഓഫ് പി? റൂട്ട് n ഒമേഗ h ക്രോസ് ഇൻടു റൂട്ട് n പ്ലസ് ഹാഫ്. 0. 0 വരും. സാറേ ഡെൽറ്റ പി അതല്ലേ വരിക? ഡെൽറ്റ പി ചെയ്തേനോ?
അതല്ല ഏകദേശം റിസൾട്ടിനോട് അടുത്ത് വരുമ്പോൾ നമുക്കത് റിസൾട്ട് ഇന്ത്യ ചെയ്താൽ അത് കിട്ടണം ആ എന്നാണല്ലോ. അല്ല നമുക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ആവറേജ് പി കണ്ടെത്തും ആദ്യം, എക്സ്പെക്ടേഷൻ ഓഫ് പി കണ്ടെത്തും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് പി നമുക്ക് പെട്ടെന്ന് ചെയ്യാം, കാരണം ഇവിടെ എ ഡയഗ്രം എ ആണുള്ളൂ പിന്റെ ഉള്ളിൽ. അപ്പൊ അത് എക്സ്പെക്ടേഷൻ എന്നിൽ എക്സ്പെക്ടേഷൻ എടുക്കുന്ന സമയത്ത് എ ഡയഗ്രമിന്റെ എക്സ്പെക്ടേഷൻ 0 ആയി പോകും, എന്റെ എക്സ്പെക്ടേഷൻ 0 ആയി പോകും. നമ്മൾ നേരത്തെ എക്സിൽ വന്ന പോലെ തന്നെ, എക്സിൽ അങ്ങനെ വന്നേ എൻ എ എന്നും എൻ എ ഡയഗ്രം എന്നും വരും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും വരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്റെ എക്സ്പെക്ടേഷൻ 0 ആയി പോകും, മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആയി പോകും. പക്ഷെ പി സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റ പി കിട്ടും. ഡെൽറ്റ പി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡെൽറ്റ എക്സിന് ഡെൽറ്റ പി കണ്ടുപിടിക്കുക. അത് ഡെൽറ്റ എക്സ് ഡെൽറ്റ പിന്റെ പ്രൊഡക്റ്റ് n+12 ഇൻറ്റു എച്ച് ക്രോസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇല്ലസ്ട്രേറ്റ് ചെയ്തു. റിമൈനിങ് തിങ് യു ക്യാൻ ഡു. ചെയ്തൂലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പം ലാസ്റ്റ് നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇതാണ് 3 ക്വസ്റ്റ്യനായി. അപ്പോൾ ഓൾറെഡി 11:40 ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നിർത്താം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേണമെന്നുള്ളത് നിങ്ങളൊന്ന് ചൂസ് ചെയ്തോ. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 4, 5, 6, 7, 8. ഏതാ? പെട്ടെന്ന് പറയോ, കേട്ടില്ല. ഹലോ, 5ാമത്തെ ആണോ? 6ാമത്തേത്. ഷോ ദാറ്റ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി of one-dimensional harmonic oscillator obey visual relationship. The expectation of T equal expectation of V equal En square by 2. Sorry, En by 2. വിരിയൽ തിയറം എന്ന് പറയുന്നത് ഇതാണ്. വിരിയൽ തിയറം എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലിന്റെ ഫോം വി ഓഫ് ആർ പ്രൊപ്പോർഷണൽ ടു ആർ ഈസ് ടു എൻ ആണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജീന്റെ ആവറേജ് വാല്യൂ n/2 ടൈംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യലിന്റെ ഫോം എന്താണ്? ഇപ്പോൾ 1 ഡയമെൻഷൻ ആകുമ്പോൾ ½ m⍵² x² ആണ് അല്ലേ? അപ്പോൾ ½ m⍵² x² എന്ന് പറയുമ്പോൾ വി ഓഫ് എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു x² അല്ലേ? അപ്പോൾ x² എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ എന്ത് വരും? 2 വരും. വി ഓഫ് ആർ പ്രൊപ്പോർഷണൽ ടു ആർ ഈസ് ടു എൻ. അപ്പോൾ വി ഓഫ് എക്സ് പ്രൊപ്പോർഷണൽ ടു x² എന്ന് പറയുമ്പോൾ എന്നിന്റെ പകരം 2 വരും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ത് വരും? ഈക്വൽ 2/2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വി. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വി എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇതാണ് വിരിയൽ തിയറം എന്ന് പറയുന്നത്. ഈ വിരിയൽ തിയറം ഏത് ക്ലാസിക്കൽ ഫിസിക്സിലും അപ്ലിക്കബിൾ ആണ്, ക്വാണ്ടം ഫിസിക്സിലും അപ്ലിക്കബിൾ ആണ്. ബേസിക്കലി വിരിയൽ തിയറം ഈസ് എ ക്ലാസിക്കൽ തിയറം. ക്വാണ്ടം ഫിസിക്സിലും അത് സെയിം ഫോം ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് കണ്ടെത്തുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വിട്ടുതരാം, കാരണം കൈനറ്റിക് എനർജിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ P²/2m ആണ് അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജിന്റെ ആവറേജ് വാല്യൂ, എക്സ്പെക്ടേഷൻ വാല്യൂ 2m ഈസ് എ കോൺസ്റ്റന്റ്, സോ 1/2m ദ എക്സ്പെക്ടേഷൻ ഓഫ് P². അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് P² കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് P² ആദ്യം കണ്ടെത്താം. ഇൻ ദ കെറ്റ് സ്റ്റേറ്റ് n ഒരു ജനറൽ സ്റ്റേറ്റ് n എടുത്താൽ, അപ്പോൾ n സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? P²ന്റെ ആവറേജ് കണ്ടെത്താം. അപ്പോൾ 1/2m P²ന്റെ ആവറേജ് കിട്ടും. ഇനി അതേ സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ആവറേജ് കണ്ടെത്തണം. വാട്ട് ഈസ് എ ഫോം ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ഹാർമോണിക് ഓസിലേറ്റർ? ഓർമ്മയുണ്ട്, ½ m⍵² x² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ആവറേജ് എങ്ങനെ എഴുതാം? ½ m⍵² ദ എക്സ്പെക്ടേഷൻ ഓഫ് x² എന്ന് എഴുതാം. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ദ എക്സ്പെക്ടേഷൻ ഓഫ് x² നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയത് h×m⍵n + ½ ആണ്. സോ ½ m⍵² h×m⍵n + ½ അല്ലേ? സോ ദിസ് ബിക്കം ½ m കട്ട് ചെയ്തു പോവും, ഒരു ഒമേഗ കട്ട് ചെയ്തു പോവും. സോ ½ ഇൻറ്റു
n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന് കിട്ടും. ഈ സാധനം എന്താ? n പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ക്രോസ് ഒമേഗ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എനർജി ഇൻ ദി nth സ്റ്റേറ്റ്. സോ ഇസ് ഹാഫ് ഇൻറ്റു ഇ എൻ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കൈനറ്റിക് എനർജീൻ്റെ ആവറേജ് കണ്ടെത്തിക്കാൻ, കൈനറ്റിക് എനർജി എക്സ്പെക്ടേഷൻ കണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് ഇതെന്ന് കിട്ടും, ഹാഫ് ടൈം സി എൻ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ, ദ ആവറേജ് ഓഫ് കൈനറ്റിക് ഈക്വൽ ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് കൈനറ്റിക് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഇ എൻ ബൈ 2 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഓൾറെഡി ഈ പാർട്ട് നമ്മൾ ചെയ്താണ്, ഇത് മാത്രമേ പെൻഡിങ് വെച്ചുള്ളൂ, അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ ആയതുകൊണ്ട് ഓക്കെ, അത് നമുക്ക് നിങ്ങൾ ചെയ്തോളൂ. ഒരു പാർട്ട് ഞാൻ ചെയ്തു, ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നും കൂടിയും പറയാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഹലോ, ഫോർത്ത് ചെയ്യാം. പിന്നെ അതിന് മുമ്പേ, ഫോർത്ത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 7th 8th ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ഇപ്പോൾ 7th ഡി എ ബൈ ഡി ടി കണ്ടുപിടിക്കണം. ആ ഡി എ ബൈ ഡി ടി കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓർത്താൽ മതി. ഇൻ ജനറൽ ഒരു ഓപ്പറേറ്റർ എയുടെ ടൈം ഡെറിവേറ്റീവ് ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ പ്രകാരം ഓർമ്മയില്ല, ഐ എച്ച് ക്രോസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ എ എച്ച്. അപ്പോൾ അത് ചെയ്താൽ മതി. കാരണം എച്ച് നമുക്കറിയാം, ഹാർമോണിക് ഓസിലേറ്റർ എച്ച് എന്ന് പറയുന്നത് എ ഡാഗർ എ പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗയാണ്, ഹാമിൽട്ടോണിയൻ. എയും എ ഡാഗറും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂട്ടേറ്റർ കണ്ടെത്തി കഴിഞ്ഞാൽ ഡി എ ബൈ ഡി ടി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഡി എ ബൈ ഡി ടി ഈക്വൽ മൈനസ് ഐ ഒമേഗ എ നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. ഇനി അത് പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഡി എ ഡാഗർ ബൈ ഡി ടിയും കണ്ടെത്തിക്കൂടെ? കാരണം എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ നമ്പർ 7 ഇപ്പോൾ ഓൾറെഡി റിസൾട്ട് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡാഗർ ചെയ്താൽ മതി. അപ്പോൾ ഡാഗർ ചെയ്യുന്ന സമയത്ത് ഡി എ ഡാഗർ ബൈ ഡി ടി ചെയ്താൽ എന്ത് കിട്ടും? പ്ലസ് ഐ ഒമേഗ എ ഡാഗർ എന്ന് കിട്ടും. അതാണ് എ ഡാഗറിൻ്റെ ടൈം ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ വരാം. ഓക്കെ അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും ഡി എ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ എന്നും ഡി എ ഡാഗർ ബൈ ഡി ടി ഈക്വൽ ടു പ്ലസ് ഐ ഒമേഗ എ ഡാഗറും നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 ആവശ്യം വരും. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 8 കാണിക്കേണ്ടത് ഡി എക്സ് ബൈ ഡി ടിയും ഡി പി ബൈ ഡി ടിയും ക്ലാസിക്കൽ റിലേഷൻ ഒബേ ചെയ്യുന്നതാണ്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് ഒരു ഫോഴ്സിൻ്റെ പോലെയാണ് വരാം. ഓക്കെ, അപ്പം വെലോസിറ്റി നമ്മൾ സാധാരണ ക്ലാസിക്കലിൽ വെലോസിറ്റി ഈക്വൽ ടു മൊമെൻറ്റം ബൈ മാസ് എന്ന് എഴുതാം അല്ലേ? ആ റിലേഷൻസ് നമുക്കിത് ഫോളോ ചെയ്യാനായിട്ട് കാണാം. അപ്പം അത് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എക്സിൻ്റെ റിലേഷൻ, ക്വസ്റ്റ്യൻ നമ്പർ 8 ഞാൻ ജസ്റ്റ് പറയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 എക്സിൻ്റെ റിലേഷൻ നമുക്കറിയാം. എക്സിൽ എന്തുണ്ട്? എയും ഉണ്ട് എ ഡാഗറും ഉണ്ട്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തറിഞ്ഞാൽ മതി? ഡി എ ബൈ ഡി ടിയും ഡി എ ഡാഗർ ബൈ ഡി ടി പറഞ്ഞാൽ മതി. ഹലോ, അപ്പോൾ ഡി എ ബൈ ഡി ടിയും ഡി എ ഡാഗർ ബൈ ഡി ടിയും അറിയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കണ്ടെത്താൻ വേണ്ടി പറ്റും. അത് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഡി എക്സ് ബൈ ഡി ടി മൊമെൻ്റായിട്ട് കണക്ട് ആണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു മൊമെൻറ്റം ബൈ മാസ് എഴുതാൻ പറ്റുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ഡി പി ബൈ ഡി ടി കണ്ടെത്താം. ഡി പി ബൈ ഡി ടി നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൽ ഫോഴ്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്, ഇത് മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ കാണാം, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് ക്രോസ് ബൈ 2m ഒമേഗ എ പ്ലസ് എ ഡാഗർ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിഞ്ഞാൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് ക്രോസ് 2m ഒമേഗ ഇസ് ജസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. ടു ഫൈൻഡ് ഡി എ ബൈ ഡി ടി പ്ലസ് ഡി എ ഡാഗർ ബൈ ഡി ടി. അപ്പോൾ ഇത് രണ്ടും അറിയെങ്കിൽ എന്ത് കിട്ടി? ഡി എക്സ് ബൈ ഡി ടി കിട്ടി. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? മൊമെൻറ്റം ഓപ്പറേറ്റർ ബൈ മാസ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്ക്. അപ്പം നമുക്കിനി ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 കിടക്കാം. ഓക്കെ, അതിന് മുമ്പ് വേറെ ഒരു ഡി പി ബൈ ഇപ്പോൾ ഇത് ഡി എക്സ് ബൈ ഡി ടി ഇങ്ങനെ എഴുതി. പിന്നെ അതുപോലെ തന്നെ ഡി പി ബൈ ഡി ടി ഫോഴ്സ് ആണ്. ഫോഴ്സ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം മൈനസ്
എം ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ആ റിലേഷൻ കാണിക്കാൻ വേണ്ടി പറ്റും. ഇത് മൈനസ് എം ഒമേഗ സ്ക്വയർ ഇസ് എ ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ആദ്യം നമുക്ക് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ മതി. ഇപ്പോൾ ഡി പി ബൈ ഡി ടി ചെയ്യുന്ന സമയത്ത് നമുക്കിത് കാണിക്കാം. ഡി പി ബൈ ഡി ടിയും എക്സും തമ്മിൽ കണക്ഷൻ ഉണ്ടായിട്ട് കാണിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഹലോ. Okay, sir. Okay, sir. Okay. So find the energy eigenvalue and eigenstate of a two-dimensional isotropic harmonic oscillator. Okay. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ നമുക്കറിയാം. ഹാർമോണിക് ഓസിലേറ്റർ ജനറൽ എങ്ങനെ എഴുതും? ഹാർമോണിക് ഓസിലേറ്റർ ഹാമിൽട്ടോണിയൻ ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ is simply p square by 2m half m omega square x square എന്ന് എഴുതും. ഇപ്പോൾ 1 ഡയമെൻഷൻ ആണെങ്കിൽ ഓക്കെ പി എക്സ് സ്ക്വയർ ബൈ 2m ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, ഒരു 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഹാമിൽട്ടോണിന് എങ്ങനെ പി എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് പി വൈ സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം ഇഫ് ഇറ്റ് ഈസ് ഐസോട്രോപിക്. ഇപ്പോൾ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ആംഗിൾ